ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്ന ഫസ്റ്റത്തെ ബൈത്ത്. എന്താ പറയുന്നത്? അള്ളാഹു മൗജൂദാണ്. മൗജൂദ് എന്ന് പറഞ്ഞാൽ മൗജൂദ് പിന്നെ ഉള്ളവനാണ്, വുജൂദുള്ളവനാണ് അള്ളാഹു. അപ്പോൾ ചോദിക്കും മൗജൂദ് എന്ന് പറയുമ്പോൾ അപ്പം അതിലേക്ക് എത്തിയിട്ടില്ലേ? അവിടെ എത്തി നമ്മൾ. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി. ഇതിൽ ഇപ്പം നമ്മളുള്ള കിതാബിൽ ഒരു വരി വിട്ടുപോയിട്ടുണ്ടെന്നുണ്ട്. നിങ്ങൾ കാണുന്നതിൽ ആലിഹി വസഹ്ബിഹി വമൻ തബി സബീല ദീനിൽ ഹഖി ഗൈറ മുബ്തദി. അതല്ല തൊട്ട് മുന്നുള്ള ബൈത്ത്. അതിന് ശേഷം ഒരു ബൈത്തും കൂടിയുണ്ട്. വബഅദു ഫഅലം ബി വുജൂബിൽ മഅരിഫ. അതിന് ശേഷം ഹംദ് സ്വലാത്ത് സലാം ബിസ്മി ഇതിനൊക്കെ ശേഷം അറിയണം, നിർബന്ധമായിട്ട് അറിഞ്ഞുകൊള്ളണം. ബി വുജൂബിൽ മഅരിഫ. അറിയൽ വളരെ നിർബന്ധമാണ്. അറിയൽ വളരെ നിർബന്ധമാണ്. മിൻ വാജിബിൻ ലില്ലാഹി 20 സിഫ. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ അറിയണം. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ അറിയണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ സിഫത്താണ് ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി. അള്ളാഹു മൗജൂദാണ് എന്ന് വെച്ചാൽ അവൻ ഉള്ളവനാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ലാതാവുന്ന ഒരവസ്ഥ അവനിക്കില്ല എന്നർത്ഥം. അപ്പോൾ ഒരു തുടക്കം അള്ളാഹുവിനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അള്ളാഹുവിന് തുടക്കമില്ല. അവസാനം ഉണ്ടോ എന്ന് ചോദിച്ചാലും അവസാനമില്ല. അങ്ങനെയുള്ള ഒരു അസ്തിത്വമാണ് അള്ളാഹു എന്ന് പറയുന്നത്. കാരണം തുടക്കം ഉണ്ടാകുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉണ്ടാവില്ലല്ലോ. അപ്പം അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കം ഉണ്ടാകാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെന്നും ഉള്ളവനാണ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കം ഉണ്ടാവാൻ പാടില്ല. കാരണം തുടക്കം ഉണ്ടാവാൻ അതിന് തൊട്ട് മുന്നേ ഉണ്ടാവില്ലല്ലോ. അപ്പം മൗജൂദാണ്, ഉള്ളവനാണ്. നമുക്കൊക്കെ അറിയാം, അള്ളാഹു നമ്മളോട് ഒരു വിഷയത്തിലും ഒരുപോലെ ആവുന്നില്ല, അല്ലേ? ഏതെങ്കിലും വിഷയത്തിൽ അള്ളാഹുവിന് നമ്മളോട് സാദൃശ്യം ഉണ്ടോ? ഇല്ല. അപ്പോഴേ നമ്മൾ അള്ളാഹു ഉള്ളവനാണെന്ന് പറയുന്നു. നമ്മളുള്ളവർ തന്നെയല്ലേ? നമ്മളും നിലനിൽക്കുന്നില്ലേ? അപ്പോൾ സംശയം മനസ്സിലായോ? ഡൗട്ട് മനസ്സിലായോ? അള്ളാഹിൻ്റെ ഒന്നാമത്തെ സിഫത്തായിട്ട് നമ്മൾ പറഞ്ഞത് അള്ളാഹു മൗജൂദുൻ, അവൻ ഉള്ളവനാണ്. നമ്മളുള്ളവരല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഇല്ലേ? എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നില്ലേ? അതെ, വെരി ഗുഡ്. അതാണ് അതിൻ്റെ ആൻസർ. നമ്മളുള്ളവരാണെങ്കിലും നമുക്ക് തുടക്കം അവസാനം ഉണ്ടാകും. അതിലുപരി അള്ളാഹു തന്ന ഉണ്മയാണ് നമുക്കുള്ളത്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ടാണ് നമ്മളുണ്ടായത്. അപ്പം നമ്മുടെ ഉണ്മയും അള്ളാഹിൻ്റെ ഉണ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ. നമ്മുടെ ഉണ്മയും അള്ളാഹുവിൻ്റെ ഉണ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹുവിൻ്റെ ഉണ്മ അതില്ലാതിരിക്കാൻ പറ്റൂല. നമ്മുടെ ഉണ്മ വേണമെങ്കിൽ ഉണ്ടായാൽ മതിയായിരുന്നു. ഞാനൊരു സിനാൻ എന്ന് പറയുന്ന ഒരാൾ ജനിച്ചില്ല, ഇവിടെ ലോകത്തിനൊന്നും നഷ്ടപ്പെടാൻ പോകില്ലായിരുന്നു. ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഒരു മാറ്റമൊന്നുമില്ല ലോകത്തിന്. അപ്പോൾ ഞാൻ ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും ഒരു അനിവാര്യമുള്ള കാര്യമല്ല. പക്ഷെ അള്ളാഹിൻ്റെ ഉണ്ടാവൽ അങ്ങനെയല്ല. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ്, നമ്മൾ ഉണ്ടാകുന്നത് വേറൊരാൾ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിന് അങ്ങനെ വേറൊരാൾ ഉണ്ടാക്കിയതുകൊണ്ടല്ല ഉണ്ടാകുന്നത്. മൂന്നാമത്തെ വ്യത്യാസം നിങ്ങളിപ്പോൾ പറഞ്ഞത്, നമുക്കൊരു തുടക്കമുണ്ട്, ഒരു എൻഡ് ഉണ്ട്. അള്ളാഹുവിന് തുടക്കമോ എൻഡോ ഇല്ല. വ്യക്തമല്ലേ? അപ്പോൾ ഒന്നാമത്തെ വിശേഷം നമ്മൾ പറഞ്ഞത് അള്ളാഹു ഉള്ളവരാണ്, നമ്മളുള്ളതാണ്. വ്യത്യാസം എന്താ? ഈ പറഞ്ഞ 3 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, നമ്മളുണ്ടാവൽ ഒരു അനിവാര്യമുള്ള കാര്യമല്ല. ഉണ്ടാവലും ഇല്ലാതിരിക്കലൊക്കെ കണക്ക് തന്നെയാണ്. ഉണ്ടാവലൊരു നിർബന്ധമുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മുടെ ഉണ്മ എന്ന് പറയുന്നത് അള്ളാഹു തന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അള്ളാഹിൻ്റെ ഉണ്മ മറ്റൊരാൾ തന്നതുകൊണ്ട് അള്ളാഹുവിന് കൊടുത്തതല്ല. മൂന്നാമത്തെ വ്യത്യാസം, നമുക്ക് തുടക്കമുണ്ട്, നമുക്ക് ഒടുക്കുന്നുണ്ട്. അള്ളാഹുവിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. അത് അള്ളാഹു പറഞ്ഞ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം.
ഹുവൽ ഹയ്യുൽ ഖയ്യൂം അവലം യതഫക്കറൂ ഫി അൻഫുസിഹിം മാ ഖലഖല്ലാഹുസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മ വഇന്ന കസീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ. അള്ളാഹിൻ്റെ ഉണ്മ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ പോലെയല്ല. ഈ കാണുന്ന ആകാശഭൂമികളെല്ലാം പടച്ചുണ്ടാക്കിയവൻ അവനാണ്. എല്ലാം പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പടച്ചത് അള്ളാഹുവാണ്. അപ്പം എല്ലാത്തിൻ്റെ ഉണ്മയും ഞാൻ നിങ്ങളെന്നില്ല, പ്രപഞ്ചത്തിൽ അല്ലാത്ത മറ്റു മുഴുവൻ വസ്തുക്കളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് അള്ളാഹ് കൊടുത്തുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതും അള്ളാഹുവിൻ്റെ വജൂദും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ചുരുക്കം. ഇനി അള്ളാഹു മൗജൂദ്. അപ്പോൾ ഇനി ഇത് പറയാൻ കാരണം എന്താ പറയുക, അള്ളാഹ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് അള്ളാഹു ഉള്ളവനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആൻസർ? എന്താ ആൻസർ? നിങ്ങൾ പറയുന്നില്ലല്ലോ. അള്ളാഹു ഉള്ളവനാണ് എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ അല്ലേ, ഒന്നാമത്തെ സിഫത്തായിട്ട്. അതിപ്പം അത്ര എടുത്ത് പറയേണ്ട എന്താ ആവശ്യമുള്ള ഒന്നാമത്തെ സിഫത്തായിട്ടൊക്കെ അള്ളാഹ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. അതെ 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 അള്ളാഹു ഇല്ലാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട് ഇല്ലേ? ഇന്നും പണ്ടൊക്കെ ഉണ്ട് അള്ളാഹ് ഇല്ല, പടച്ചോനില്ല എന്ന് പറയുന്ന ആളുകൾ. അപ്പം അവരോട് ഒന്നാമതായിട്ട് പറയാനുള്ളത് അള്ളാഹ് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല പിന്നെ അവൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയണ്ടേ. ഉണ്ടാവുക എന്ന വിശേഷമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫല്ലാഹു മൗജൂദുൻ. അപ്പം അള്ളാഹ് ഉണ്ട് എന്നെങ്ങനെ നമുക്കിപ്പോൾ ഒരാൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി കൊടുക്കുക? ചോദ്യം, അള്ളാഹു ഉണ്ട് എന്നെങ്ങനെ ഇപ്പം നമ്മൾ ഒരാൾ അള്ളാഹു ഉണ്ട് നിങ്ങൾ പറയുന്നത് എന്താ ഇപ്പോൾ തെളിവ് സിമ്പിളായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ? അപ്പം നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ച് നോക്കുക. ഒരുപാട് വഴികളുണ്ട് അള്ളാഹ് ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കി, ഈ ലോകത്ത് മാറ്റമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? മാറ്റമില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ? ഈവൻ നമ്മുടെ ശരീരത്തിൽ പോലും ഓരോ സെക്കൻഡിലും നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ മാറ്റങ്ങൾ നടക്കുന്നില്ലേ? രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്നില്ലേ? ഒരു നിമിഷം ഉണ്ടായിരുന്ന രക്തമല്ലല്ലോ, കുറച്ച് നേരം കഴിയുമ്പോൾ അത് പമ്പ് ചെയ്ത് വേറെ പുതിയ രക്തം വന്ന് അങ്ങനെ ഓരോ ശരീരത്തിലും ഓരോ മാറ്റങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാൾ മരിച്ചു കൂട്ടിക്കോ, മരിച്ചു കഴിഞ്ഞാലും ആ ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ദുർഗന്ധമൊക്കെ വരുന്നത്. മരങ്ങളാണെങ്കിൽ അതിന് മാറ്റം വരുന്നുണ്ട്, രാത്രിയും പകലും മാറുന്നുണ്ട്. ടോട്ടലി ഈ ലോകത്ത് മാറ്റമില്ലാത്ത എന്താ ഉള്ളത്? എല്ലാറ്റിനും കാലത്തിനനുസരിച്ച് മാറ്റം വരും. മാറ്റത്തിന് വിധേയപ്പെടാത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ന്യൂട്ടൻ്റെ തിയറി പഠിച്ചിട്ടുണ്ടാവും. ന്യൂട്ടൻ എന്താ പറഞ്ഞത്? ന്യൂട്ടൻ പറഞ്ഞത് ഒരു വസ്തു ചലിക്കണമെങ്കിൽ പുറത്തു നിന്ന് ഉള്ളൊരു പവർ അതിൽ വേണം, എന്നാലേ അത് ചലിക്കുള്ളൂ അല്ലേ? ഒരു കാറ്റടിക്കാതെ ഒരു ആപ്പിൾ വീഴില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവർ അവിടെ ഒരു ശക്തി അവിടെ ഉണ്ടാവാതെ ഒരു സാധനം ചലിക്കൂല. ഒരു തോണിയിൽ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്, ഒന്നുണ്ടെങ്കിൽ കാറ്റ് വന്നിട്ട് ആ തോണീനെ ഇളക്കണം, അല്ലെങ്കിൽ ആ വെള്ളത്തിന് എന്തെങ്കിലും ഒരു വേവ് സംഭവിക്കണം. ഒന്നുമില്ലാതെ അടങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു വെള്ളം, ആ തോണി അനങ്ങണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ പോയി ഉന്തണ്ടേ? അപ്പോൾ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അത് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നൊരു സാധനം, ഏതൊരു വസ്തുവിനും ചലിക്കണമെങ്കിൽ പുറത്തുനിന്നുള്ളൊരു ഫോഴ്സ് വേണം. അത് പ്രകാരങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ ഭൂമി എടുത്തു നോക്കുകയാണെങ്കിൽ, സൂര്യൻ എടുത്തു നോക്കുകയാണെങ്കിൽ, ആകാശം എടുത്തു നോക്കുകയാണെങ്കിൽ, ചന്ദ്രൻ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇതെല്ലാം ഓരോ നിമിഷത്തിനും മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതൊരു സാധനത്തിനും മാറ്റം ഉണ്ടാവണമെങ്കിൽ പുറത്തു നിന്നുള്ളൊരു ഫോഴ്സ് വേണമെന്നാണ് ന്യൂട്ടൻ്റെ തിയറി പറയുന്നത്. ഏതൊരു വസ്തുവിനും ഒരു ചെറിയൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് പുറത്തു നിന്നുള്ള വേണം. അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും കോസുകൾ ഇങ്ങനെ എടുത്ത് ബാക്കോട്ട് പോയി കഴിയുമ്പോൾ ഈ കോസുകൾ ഇങ്ങനെ അനന്തമായിട്ട് പോകാൻ കഴിയില്ല.
ഈ കാരണങ്ങൾ, ഒന്നിന് മാറ്റം ഉണ്ടാവാനുള്ള കാരണം മറ്റൊന്ന്, മറ്റൊന്നിന് മാറ്റം ഉണ്ടാവാനുള്ള കാരണം മറ്റൊന്ന്, ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് 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 ഒരു സ്ഥലത്ത് പോയിട്ട് സ്റ്റോപ്പ് ആവണം. മാറ്റമില്ലാത്ത ഒന്നിൽ പോയിട്ട് സ്റ്റോപ്പ് ആവണം. ആ മാറ്റമില്ലാത്ത ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഇതിന് പുറത്തുള്ള ഒരു അസ്തിത്വമാണ് അള്ളാഹ്. കാരണം പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാവണം, പ്രപഞ്ചത്തിൽ നിന്ന് പുറത്തുള്ള ഒരു ശക്തിയായിരിക്കണം അതിനുള്ളിൽ പ്രവർത്തിക്കേണ്ടത്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ചരിത്രത്തിൽ നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ടല്ലോ, ബിഗ് ബാങ് തിയറി പഠിക്കുന്നില്ലേ? ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്, ഈ ശാസ്ത്രം പറയുന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് ലോകം ഭൂമിയും സൂര്യനും നെപ്റ്റ്യൂണും ഇങ്ങനെ പല ഗ്രഹങ്ങളൊക്കെ ആയി രൂപപ്പെടുന്നതിന് മുന്നേ ഇതൊക്കെ ഒറ്റ കട്ടയായിരുന്നു. അതിനൊരു വലിയൊരു വിസ്ഫോടനത്തിലൂടെ പലതുമായി മാറിയതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്, ബിഗ് ബാങ് തിയറി പറയുന്നത്. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, ഒരു പൊട്ടിത്തെറി സംഭവിക്കണമെങ്കിൽ ന്യൂട്ടൻ്റെ തിയറി പ്രകാരം പുറത്തു നിന്നുള്ളൊരു ഫോഴ്സ് വേണം അവിടെ. ആ ഫോഴ്സിനെയാണ് നമ്മൾ ദൈവം, അള്ളാഹു എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു രക്ഷിതാവ്, എല്ലാത്തിനും കഴിവുള്ള, തുടക്കമില്ലാത്ത, അവസാനമില്ലാത്ത, മാറ്റങ്ങൾക്ക് വിധേയനല്ലാത്ത, എന്തിനും കഴിവുള്ള ഒരു ശക്തി വേണമെന്ന് നമ്മൾ പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ദൈവം, അള്ളാഹു എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള തെളിവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് തെളിവ്? ലോകത്തിലുള്ള എല്ലാത്തിനും മാറ്റം സംഭവിക്കുന്നുണ്ട്. മാറ്റം സംഭവിക്കുന്നതിനെല്ലാം ഒരു കാരണം ഉണ്ടാവും, മാറ്റം സംഭവിപ്പിക്കുന്ന ഒരു കാരണം ഉണ്ടാവും. അത് അവസാനമായിട്ട് ഒരു മാറ്റമില്ലാത്ത സാധനത്തിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. കാരണം മാറ്റമുള്ളത് തന്നെയാണ് അവസാനമായിട്ട് എത്തുന്നതെങ്കിൽ ആ മാറ്റം ആരുണ്ടാക്കിയെന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ അള്ളാഹിനെ പറ്റിയിട്ട് നമ്മൾ അള്ളാഹുവിന് മാറ്റമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ മാറ്റം അള്ളാഹുവിൽ ആരാണ് ഉണ്ടാക്കിയെന്നുള്ള ക്വസ്റ്റ്യൻ വരും. അള്ളാഹുവിന് മാറ്റമില്ല, അവൻ അതേ അവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ തെളിവ്. നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞൊരു ഒരുപാട് തെളിവുകളുണ്ട്, പല രൂപത്തിൽ നമുക്ക് സമർത്ഥിക്കാൻ പറ്റും അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ. ഏറ്റവും സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഇപ്പോൾ പറഞ്ഞത്. അള്ളാഹിൻ്റെ ഒന്നാമത്തെ വിശേഷണം എന്താ? മൗജൂദ്. അവൻ ഉള്ളവനാണ്, അവൻ ഉണ്മയുണ്ട്, അവനില്ല എന്നൊരാൾക്കും സമർത്ഥിക്കാൻ കഴിയില്ല. ഖദീമുൻ, അവൻ പണ്ടേ ഉള്ളവനാണ്. പണ്ടേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ പണ്ടേ ഉള്ള തറവാടാണ്, പണ്ടേ ഉള്ള കുടുംബമാണ് എന്നൊക്കെ പറയുമ്പോൾ കുറേ കാലം മുന്നേ ഉണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കൽ, അല്ലേ? അങ്ങനെയല്ല ഉദ്ദേശിക്കൽ. ഒരു 10-100 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ടീമാണ് അവർ, അല്ലെ 10-50 വർഷമായിട്ട്. അതേ സമയത്ത് അള്ളാഹ് പണ്ടേ ഉണ്ട് എന്ന് പറയുമ്പോൾ അതേപോലെയല്ല. അള്ളാഹ് പണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്ത പണ്ടേ ഉണ്ടാവലുണ്ട് അവനിക്ക്. എന്നുവെച്ചാൽ പണ്ട് എന്ന് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്ന എത്രമാത്രം ഉണ്ട് അത്ര നിങ്ങൾ പോയാലും അതിനപ്പുറവും അള്ളാഹു നിലനിൽക്കുന്നുണ്ട്, അവന് തുടക്കമില്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഇത് ചിന്തിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല, ഒരു ശക്തിയല്ല അള്ളാഹു എന്ന് പറയുന്നത്. അതിനും അപ്പുറത്താണ്, പണ്ടേ ഉള്ളതാണ്. ബാക്കിൻ എന്ന് പറയുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്നതാണ്, ഒരു സ്റ്റോപ്പില്ല. പണ്ടേ ഉള്ളവനാണ്, ഒരു സ്റ്റോപ്പില്ല. ഇങ്ങനെയുള്ളതായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പണ്ടേ ഉള്ളവനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഈ പണ്ടത്തെ എന്താ പറയുക, നമ്മുടെ ഇമാമാരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ കാലത്തുള്ള സയൻസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഈ ലോകം എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണെന്ന് അവർ പറഞ്ഞത്. ഈ ലോകം എന്നുള്ളത് തുടക്കമില്ലാതെ പണ്ട് മുതലേ ഉണ്ട് എന്ന് വാദിച്ചവരായിരുന്നു. നമ്മൾ പറയുന്നത് എന്താ? അള്ളാഹു അല്ലാതെ തുടക്കമില്ലാത്ത ഒരു ശക്തിയില്ല, ഈ ലോകത്തിനൊക്കെ തുടക്കമുണ്ട്. അതിന് തെളിവ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത്, ലോകത്തിലെ ഓരോ വസ്തുവിനും മാറ്റമുണ്ട്, പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും മാറ്റമുണ്ട്. ഇല്ലാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. മാറ്റമുള്ളതിനെല്ലാം ഒരു കാരണം വേണം, ഏതെങ്കിലും ഒരു ശക്തി ആ മാറ്റത്തിന് കാരണമാവണം. അങ്ങനെ പ്രപഞ്ചത്തിന് മാറ്റമുണ്ടായി പോകുന്ന സമയത്ത് അത്
വേറൊരു ശക്തി അതിൽ പ്രവർത്തിച്ചിരിക്കണം. എങ്കിലേ മാറ്റമില്ലാത്തൊരു ശക്തി അതിൽ പ്രവർത്തിക്കണം. മാറ്റമില്ലാത്തൊരു ശക്തി ആദ്യമായി പ്രവർത്തിക്കുമ്പോഴല്ലേ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. അപ്പോൾ അള്ളാഹ് പണ്ടേ ഉണ്ട്. നമ്മളെ പ്രപഞ്ചം എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതല്ല എന്നതിൻ്റെ ഏറ്റവും സിമ്പിൾ ഉദാഹരണമാണിത്. നിങ്ങൾ ക്ഷീണിച്ചോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. ഇനി ഇതിലൊരു രസമുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ ഓരോ സിഫത്ത് പഠിക്കുകയാണ്. പരമാവധി നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അത് വലിയൊരു ഇബാദത്തായിട്ട് കണ്ടാൽ മതി നിങ്ങൾ. ഇനി തീരെ മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും പരമാവധി എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞത് 3 വിശേഷണങ്ങളാണ്. ഉണ്മയുണ്ട്, ഉള്ളവനാണ് അവന്, ഒരിക്കലും ഇല്ലാതാവില്ല. രണ്ടാമത് പറഞ്ഞത് പണ്ടേ ഉണ്ട്, തുടക്കമില്ലാത്തവനാണ്. മൂന്നാമത് പറഞ്ഞത് ബാക്കി, അന്ത്യമില്ലാത്തവനാണ്, അവസാനമില്ലാത്തവനാണ്. അപ്പം നിങ്ങളൊരു ചോദ്യം ചോദിക്കും, ഈ സ്വർഗത്തിലെത്തിയ മനുഷ്യന്മാരില്ലേ, സ്വർഗത്തിലെത്തിയ മനുഷ്യന്മാർക്ക് പിന്നെ മരണമുണ്ടോ? സ്വർഗത്തുനിന്ന് പിന്നെയും മരിച്ച് പിന്നെയോ ഇതേപോലെ എന്താ പറയുക ഖബറിലെല്ലാം പോവോ? എന്താ ആരും മിണ്ടാത്തെ? ആരും ഇല്ല ഇവിടെ? അതെ. വഹും ഫീഹ ഖാലിദൂൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ ശാശ്വതരാണ്. വഹും ഫീഹ ഖാലിദൂൻ, ശാശ്വതരാണ്. എന്നൊന്നും സ്വർഗത്തിൽ പോലുണ്ടാവും. അപ്പോൾ എനിക്ക് മരണമൊന്നുമില്ല, പിന്നെ ഒന്നും പഠിക്കാനില്ല. അപ്പം നിങ്ങളൊരു ചോദ്യം ചോദിക്കും, അള്ളാഹ് എന്നെന്നും നിലനിൽക്കുന്നവനാണ്, മനുഷ്യന്മാർ സ്വർഗത്തിലെത്തിയ പിന്നെ എന്നെന്നും നിലനിൽക്കുന്നില്ലേ? അപ്പം പിന്നെ അള്ളയും പടച്ചോനും മനുഷ്യന്മാരും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ചോദ്യം ഇല്ലേ ബഷീർക്ക്? ചോദ്യം ഇല്ലേ? പിന്നീട് എന്താണ് തീരുമാനിക്കുക എന്നുള്ളൊരു, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. അതെ, അല്ല തുടക്കം ഉണ്ട് എന്നുള്ള നമ്മൾ സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ അവസാനം ഇല്ലല്ലോ സ്വർഗത്തിലെത്തുന്ന ആൾക്ക്. അതാണ് നമ്മൾ ഡൗട്ട്. അള്ളാഹ്ക്ക് അവസാനമില്ല, സ്വർഗത്തിലുള്ള മനുഷ്യന്മാർക്ക് അവസാനമില്ല എന്ന് അള്ളാഹ് തന്നെ പറയുന്നത്. ഹും ഫിഹാ ഖാലിദൂൻ. മനുഷ്യന്മാർക്ക് 2 അവസ്ഥകളുണ്ട്. ഒന്ന് ഭൗതിക ലോകം, ഒന്ന് ഇഹലോകം. അങ്ങനെയായിരിക്കും ഈ ലോകത്തുള്ള അവസാനം ഉണ്ടല്ലോ. ഈ ലോകത്ത് അവസാനമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയില്ല. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത്, സ്വർഗത്തിലെത്തിയ മനുഷ്യൻ എന്തേരം മുതൽ കൂട്ടുക? ആ മനുഷ്യൻ പിന്നെ സ്വർഗത്തിൽ നിന്ന് മരിക്കുന്നില്ല, അന്ത്യമില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ പിന്നെ ആ സമയം മുതൽ പടച്ചവനോട് സെയിമായില്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അള്ളാന്റെ സൃഷ്ടികളാണ്, അള്ളാഹ് നമ്മളെ പടച്ചവനാണ്. പക്ഷെ നമ്മൾ രണ്ടാളും ഒരുപോലെ ആവാൻ പറ്റൂലല്ലോ. അതാത് കാലഘട്ടങ്ങളിൽ അതാത് തീരുമാനങ്ങൾ എടുക്കാമല്ലോ. ആർക്ക്? അള്ളാഹ്ക്കല്ലേ? അതെ. പക്ഷെങ്കിൽ അള്ളാഹ് തന്നെ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ പിന്നെ പോലെ മരിപ്പിക്കൂല എന്ന് അള്ളാഹ് പറയുന്നത്. അപ്പം ഫിഹാ ഖാലിദൂൻ, പോലെ അവിടെ തന്നെ ഉണ്ടാവും. അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നാണല്ലോ, നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ. കാരണം നമ്മളെ നഗ്നനേത്രം കൊണ്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹ് പറഞ്ഞതാണ്, അത് നമ്മൾ വിശ്വസിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ പറയുന്നത്, അള്ളാഹ് പറഞ്ഞത് പ്രകാരം, നമ്മളെ പടച്ചവനായ അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നത് പ്രകാരം സ്വർഗത്തിൽ നമ്മളാരും മരിക്കുന്നില്ല. കാലാകാലം നമ്മൾ സ്വർഗത്തിലുണ്ടാവും. ഓക്കെ, ചോദ്യം ഇതാണ്, അങ്ങനെ അള്ളാഹ് പറഞ്ഞു തന്നതൊക്കെ ആണ്, അങ്ങനെ തന്നെ അള്ളാഹ്ക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷെ അവൻ പറഞ്ഞത് നമ്മൾ അവിടെ ഇങ്ങനെ ശാശ്വതരാണ് എന്നാണ്. അങ്ങനെയുള്ള നമ്മൾ പിന്നെ അള്ളാഹിനോട് സെയിം ആയില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് അവകാശപ്പെടാനുള്ള കഴിവില്ലല്ലോ. അള്ളാഹു എന്താണ് തീരുമാനം എടുക്കുന്നത് അതനുസരിച്ചല്ലേ നമ്മുടെ ഒഴുക്കുണ്ടാവുന്നത്. ഓക്കെ. എല്ലാവരും ഉത്തരത്തിന്റെ പല ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
മാഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമ്മൾ ശാശ്വതരാണ്, കാലാകാലം നിലനിൽക്കും എന്നുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ഓരോ നിമിഷവും നമുക്കിങ്ങനെ ജീവൻ ഇങ്ങനെ നിലനിർത്തി തരും കാലാകാലം. അതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ജീവൻ നിലനിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിലനിൽപ്പും നമ്മുടെ നിലനിൽപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ? അള്ളാഹിൻ്റെ നിലനിൽപ്പ് കാലാകാലമുള്ള നിലനിൽപ്പ് അത് മറ്റാരും കൊടുത്തിട്ടല്ല. നമ്മുടെ കാലാകാലത്തുള്ള നിലനിൽപ്പ് അത് പടച്ചവൻ തന്നിട്ടുള്ള നിലനിൽപ്പാണ്. അവനക്ക് ഏത് നിമിഷവും തിരിച്ചെടുക്കാനൊക്കെ കഴിയും. അവൻ എടുക്കൂല എന്ന് വാക്ക് പറഞ്ഞതാണ്. വ്യത്യാസം എന്താ? അള്ളാഹ് തരുന്നത് മാത്രമേ നമുക്കുള്ളൂ, അള്ളാഹുവിന് മറ്റാരും കൊടുക്കുന്നതല്ല. നമ്മുടെ നിലനിൽപ്പ് അള്ളാഹു തരുന്നതാണ്. ഓരോ നിമിഷവും നമുക്കിങ്ങനെ തരുന്നതാണ്. ഓരോ നിമിഷവും ഇപ്പം ഞാനും നിങ്ങളും സംസാരിക്കുന്നു, ക്ലാസ്സിലിരിക്കുന്നു. ഈ ഓരോ നിമിഷവും നമുക്ക് ശ്വാസം വലിക്കാനെടുക്കാനുള്ള അവസ്ഥ റൂഹിനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിലനിർത്തിയിട്ട് ഇങ്ങനെ നമുക്ക് കൈക്കും കാലിനൊക്കെ അനങ്ങാനുള്ള ശേഷിയൊക്കെ ഓരോ നിമിഷവും പടച്ചവൻ തരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കഴിയുന്നത്. ഒരു നിമിഷവും സ്റ്റോപ്പായി കഴിഞ്ഞാൽ അപ്പം തീരും നമ്മൾ. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് അള്ളാഹിൻ്റെ നിലനിൽപ്പ് ഒരേപോലെയല്ല. അള്ളാഹിൻ്റെത് മറ്റാരും കൊടുത്തിട്ടുള്ള നിലനിൽപ്പല്ല, നമ്മുടേത് അവൻ തന്നത് കൊണ്ട് മാത്രമുള്ള നിലനിൽപ്പാണ്. വ്യക്തല്ലേ? ഇനി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, നാലാമത്തെ സിഫത്താ പറയുന്നത്. അള്ളാഹുവിന് വാജിബായ സിഫത്ത് നാലാമത്തത്. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, സൃഷ്ടികളോട് മുഴുവനും മുഖാലിഫാണ്. സൃഷ്ടികളോട് മുഴുവനും വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നു. ഈ വീഡിയോ ഓണാക്കാൻ കഴിയുന്നവരൊക്കെ ഓണാക്കിക്കോളൂ കേട്ടോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. നിർബന്ധിക്കുകയല്ല, കഴിയുന്നവർ ഓണാക്കിക്കോളൂ. ബഷീർക്ക് കണ്ടില്ലേ കൃത്യമായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് വല്ല ഇഖ്ലാസോടുകൂടെ ക്ലാസ്സിലിരിക്കുന്നത്. അള്ള ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, സൃഷ്ടികളോട് മുഴുവനായിട്ടും ഒരു സൃഷ്ടിയോടും സാദൃശ്യം ഇല്ലാത്തവനാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മുഖാലിഫ് എന്ന് പറഞ്ഞാൽ എതിരായവനാണ്. ലിൽ ഖൽഖി, സൃഷ്ടികളോട്, ബിൽ ഇത്ലാഖി, പൂർണ്ണമായും. അപ്പോൾ മനുഷ്യന്മാരോട്, ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള ഒരു സാധനത്തോടും അള്ളാഹ്ക്ക് സാദൃശ്യമില്ല എന്ന് പറയുമ്പോൾ പടച്ചവന് ഏതെങ്കിലും വിഗ്രഹമാവാൻ പറ്റൂല. പടച്ചവന് ഏതെങ്കിലും ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ നിന്ന ഒരു മനുഷ്യരൂപത്തിലാവാൻ പറ്റൂല. പടച്ചവന് എന്താ പറയുക, ഈ പറഞ്ഞ രൂപത്തിലൊന്നും ആവാൻ പറ്റൂല. പടച്ചവന് കൈയുണ്ടാവാൻ പറ്റൂല, പടച്ചവന് കാലുണ്ടാവാൻ പറ്റൂല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലത്തെ കേരളത്തിലുള്ള വഹാബികൾ പറയുന്നത് പറഞ്ഞാൽ പടച്ചവനിക്ക് 2 കൈയുണ്ട് എന്നാണ് പറയുന്നത്. പണ്ട് ഓല് 1990 2000 കാലഘട്ടത്തിലേക്ക് ഓല് പറഞ്ഞിരുന്നത് ഒന്ന് വലത്തെ കൈ ഒന്ന് ഇടത്തെ കൈ ഒന്നായിരുന്നു പടച്ചവനുണ്ടായിരുന്നത്. പിന്നെ ഓല് പറഞ്ഞത് അത് 2 വലത്തെ കൈയാണ്. 2 വലത്തെ കൈ ആയിട്ടുള്ള ഒരു രൂപമാണ് പടച്ചവൻ്റെ. നമ്മൾ പറയുന്നത് എന്താ? അള്ളാഹുവിന് സൃഷ്ടികളോട് യാതൊരു വിധത്തിലുള്ള സാദൃശ്യവും ഇല്ല എന്ന് പറയുമ്പോൾ പടച്ചവനിക്ക് കൈയുണ്ടോ? പടച്ചവനിക്ക് കൈയില്ല. പടച്ചവനിക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു സംഭവമല്ല പടച്ചവൻ. നമുക്ക് അറിയാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വസ്തുവാണ് പടച്ചവൻ എന്ന് പറയുന്നത്. വ്യക്തമല്ലേ? ഇത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പിന്നെ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് എന്താ പറഞ്ഞേ? യദാഹു മബ്സൂത്തത്താൻ, അള്ളാഹിൻ്റെ 2 കൈകളും ഇങ്ങനെ ചുരുട്ടി വെച്ചതല്ല, ഇങ്ങനെ എന്താണ് നിവർത്തി വെച്ചതാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിവർത്തി വെച്ചതാണ്. ആ പറഞ്ഞതിനർത്ഥം അള്ളാഹ്ക്ക് കൈയുണ്ട്, ആ 2 കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നല്ല. അള്ളാഹ് അത്രയും പിന്നെ ധർമ്മം ചെയ്യുന്നുണ്ട്, അനുഗ്രഹം ചെയ്യുന്നുണ്ട് എന്നർത്ഥത്തിലാണ് പറഞ്ഞത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മുഖാലിഫ് എന്ന് പറഞ്ഞാൽ എതിരാവുന്നവൻ. മുഖാലിഫുൻ ലിൽ ഖൽഖി, സൃഷ്ടികളോട് എതിരാവുന്നവൻ. ബിൽ ഇത്ലാഖി, പൂർണ്ണമായും എല്ലാവിധേനയും എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ,
പിന്നെ ഇതിപ്പോൾ ഖുർആനിലുള്ള ഒരു ആയത്താണ് യദാഹു മബ്സൂത്തത്താൻ എന്നുള്ളത്. അപ്പോൾ അള്ളാഹ്ക്ക് 2 കൈയുണ്ട് എന്നല്ല ആ ഖുർആൻ്റെ ആയത്ത് നേരെ ഡിക്ഷണറി എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ യദ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിക്ഷണറി നോക്കിയാൽ കാണാം കൈ എന്നാണ് കാണാം. യദാഹു അള്ളാഹുവിൻ്റെ 2 കൈ മബ്സൂത്തത്താൻ അതിങ്ങനെ വിരിച്ച് വെക്കുകയാണ്, തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വഹാബി മനസ്സിലാക്കി അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. എങ്ങനെയുണ്ട്? അതിനാണ് നമ്മൾ അക്കീദ പഠിക്കുന്നത്. അള്ളാഹ്ക്ക് മനുഷ്യന്മാർക്കുള്ളതെന്നല്ല, ലോകത്ത് നമ്മൾ കാണുന്നതും നമ്മളിവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള ഒന്നിനോട് അള്ളാഹ്ക്ക് സാദൃശ്യമില്ല എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തഫ്സീർ മനസ്സിലാക്കണം, എന്താണ് ഹദീസിൽ പറഞ്ഞത് മനസ്സിലാക്കണം. ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സ്വഹാബത്ത് അതിനെപ്പറ്റി പറഞ്ഞു തന്നത്, താബീങ്ങൾ പറഞ്ഞു തന്നത്, ഇമാമുമാർ പറഞ്ഞു തന്നത് എന്നത് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? എന്നാൽ പോവാം. ഇനി ചോദിച്ചോളൂ. നമ്മള് അതുപോലെ ഒരു സൂറയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അള്ളാഹു 6 ദിവസങ്ങൾ കൊണ്ട് പ്രപഞ്ചം മുഴുവൻ പഠിച്ചു എന്നിട്ട് സിംഹാസനസ്ഥനായി എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിവക്ഷ പറഞ്ഞതുപോലെ 6 ദിവസം എന്നുള്ളത് നമ്മളുടെ ചിന്തയിൽ വരുന്ന ഒരു ദിവസം കൊണ്ട് കണക്കായിരിക്കില്ല. അതുപോലെ സിംഹാസനസ്ഥനായി എന്ന് പറയുന്നത് നമ്മളെ ഭാവനയുടെ സിംഹാസനം അല്ലെങ്കിൽ ഇരിക്കുന്ന രൂപം അങ്ങനെ ഒന്നല്ല. അതെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 6 ദിവസം കൊണ്ട് പിന്നെ ആകാശത്തെ പടച്ചു, ആകാശഭൂമികളെ പടച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫി സിത്തത്തി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർഷ്, സൂറത്തു സജദയിലാണത് പറഞ്ഞത്. സജദ സൂറത്തില്ല, വെള്ളിയാഴ്ച സുബീക്ക് 1-ാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്താണ്. യൂണിവേഴ്സിറ്റിയിലെ ഹക്കീം ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച സുബീക്ക് അത് ഓതലുണ്ട്. സൂറത്തു സജദ 1-ാമത്തെ റക്അത്തിൽ സജദയും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ ഓതണം. ഇത് 2 ഓതൽ സുന്നത്താണ്. അത് ഓതുന്നില്ലെങ്കിൽ പിന്നെ സബ്ബിഹിസ്മിയോ ഹൽ അത്താക ഹദീസുൽ ഗാശിയ ഓതലാണ് സുന്നത്ത്. അപ്പോൾ പറഞ്ഞു വന്നത്, അള്ളാഹു 6 ദിവസം കൊണ്ട് ഇവിടെ പ്രപഞ്ചത്തെ പടച്ചു എന്ന് പറഞ്ഞു. ആ 6 ദിവസം എന്ന് പറയുന്നത് 6 ദിവസത്തിൻ്റെ ഒരു കാലാവധി ഏകദേശം വെക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് അള്ളാഹ് പടച്ചു എന്നുള്ളതാണ്. അത് സൃഷ്ടികൾക്ക് അതിനെ പറ്റിയിട്ട് തഫ്സീറുകളിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അമിതമായി വേഗത കാണിക്കാതെ സമയമെടുത്തുകൊണ്ട് ചെയ്യണം. പെർഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ അത് ടൈം എടുത്തിട്ട് ചെയ്യണം. ടൈം എടുക്കാതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സാധനത്തിന് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തഉദത്തു വൽ അനാത്തു ഹദീസിൽ വന്നത്, വിശ്വാസിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുണ്ടാവേണ്ട കാര്യം എന്താ? തഉദത്തു വൽ അനാത്ത്, എല്ലാത്തിലും ഒരു അവധാനത വേണം. അവധാനത വേണ്ടാത്ത, തിരക്ക് കാണിക്കേണ്ട 5ഓളം വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1, വിവാഹപ്രായത്തിയ പെൺകുട്ടികളെ പെട്ടെന്ന് കെട്ടിക്കാം, ആൺകുട്ടികളെ ആണെങ്കിൽ അതും. 2-മത്തത് അതിഥി വീട്ടിൽ വന്നാൽ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കുക, ആ വിഷയത്തിൽ തിരക്ക് കാണിക്കണം. അങ്ങനെ 5-6 വിഷയങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത പൊതുവെ വിഷയങ്ങളിലെല്ലാം നമ്മൾ ഒരു അവധാനത കാണിച്ചുകൊണ്ടാണ്, എടുത്തു ചാട്ടം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് 6 ദിവസം കൊണ്ട് പടച്ചതെന്നുള്ള പറഞ്ഞത് എന്ന് തഫ്സീറുകളിൽ കാണാം. 2-മത്തെ വിഷയം സുമ്മസ്തവ അലൽ അർഷ്, ആകാശം ഭൂമിയൊക്കെ പടച്ചിട്ട് പിന്നെ അള്ളാഹ് പോയിട്ട് അർശുമ പോയിട്ട് ഇരുന്നു എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. എന്താ? അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പടച്ചവന്. സിംഹാസനത്തിൽ പോയിട്ട് ഇരിക്കുന്ന ഒരാളെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തൊരു ഡൗട്ടുണ്ടോ അതിൽ? ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം പോലത്തെ ഒരു ഇരുത്തം, സിംഹാസനത്തിൽ പോയി ഇങ്ങനെ ഇരിക്കും, ഒരു രാജാവ് ഇരിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഒരിക്കലും അള്ളാഹ് ആ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം അതല്ല. അള്ളാഹിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ അതിങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് പറയുന്നത്, അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് സിംഹാസനത്തിൽ പോയിട്ട്. അപ്പോൾ ആ പറഞ്ഞൊരു ഉദ്ദേശം ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ആ സംഭവമല്ല. കാരണം മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, ഇത് നമ്മളിവിടെ പഠിച്ചു, ഇതൊരു ഉറപ്പിച്ച് വെച്ചു, നമ്മളൊരു തൂണ് കുഴിച്ചിട്ടതാണ്, ഇത് ഇളകൂലനി. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് വളരെ ഒരു ക്ലാസ് മുഴുവനും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. സുമ്മസ്തവ അലൽ അർഷ് എന്ന് പറയുന്നത് അതിന് വളരെ ഷോർട്ടായിട്ട്
ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരിക്കലും അള്ള പോയിട്ട് ഏതെങ്കിലും സിംഹാസനത്തും പോയി ഇരുന്ന് എന്നുള്ളതല്ല. കാരണം അള്ളാഹുവിന് സമയമില്ല, കാലമില്ല, സ്ഥലവും ആവശ്യമില്ല അള്ളാഹുവിന്. ആ ആയത്തിന് വാക്കർത്ഥം കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അള്ള ഒരു സിംഹാസനത്തിന്മേൽ ഇരിക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ കസാലമിൽ ഇരിക്കല്ലേ, നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഈ കസാരയിലേക്ക് ആവശ്യമില്ലേ? കസാരയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ? നമ്മൾ കസാലയെ ഡിപ്പെൻഡ് ചെയ്യാണ്. അള്ള ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യൂല. അള്ളാഹു ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യൂല. അപ്പോൾ അർശിൻ്റെ മുകളിൽ ഇരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇരുത്തം അള്ള ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇരുത്തം അർശിൻ്റെ മുകളിൽ അള്ള ഇരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ മനസ്സിലാക്കിയ രൂപമെല്ലാം ബാത്തിലാണ്. കാരണം ആ രൂപങ്ങളിലെല്ലാം അള്ളാഹു അർശിലേക്ക് ആവശ്യവാനാണ്, മറ്റൊന്നിലേക്ക് അള്ളാഹ് ആവശ്യവാനാണ് എന്ന് വരും. അതൊരിക്കലും അള്ളാഹുവിൽ ഉണ്ടാവില്ല. അത് നമ്മൾ പറയാൻ പോകുന്നൊരു സിഫത്താണ്. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ? അത് മുത്തശാബിഹായ ആയത്താണ്. മുത്തശാബിഹായ ആയത്ത്, ഖുർആനിലുള്ള ആയത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. മുഹ്കമാത്തും ഉണ്ട്, ഉഹറു മുത്തശാബിഹാത്ത്, മുത്തശാബിഹാത്തായ ആയത്തുകളാണ്. അതിനെപ്പറ്റി മുഫസ്സിരീങ്ങളുടെ ഒരു പക്ഷം പറയുന്നത് അതെന്താണ് നമുക്കറിയില്ല, അതങ്ങനെ പറഞ്ഞു വെക്കുക എന്നുള്ളതല്ലാതെ എന്താണ് നമുക്കറിയില്ല. ഇതാണ് മുഫസ്സിരീങ്ങളുടെ ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തഫ്സീറുൽ ജലാലൈനിയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണും, ഇസ്തിവാഅൻ യലീഖു ബിഹി, അള്ളാഹുവിനോട് യോജിക്കുന്ന ഒരു ഇസ്തിവാ, അത് ഇരുത്തം നമ്മൾ അതിനർത്ഥം വെക്കാൻ കഴിയില്ല. ഇസ്തിവാ അങ്ങനെ തന്നെ പറയാം. കാരണം ഇരുത്തം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അള്ളാഹുവിനുണ്ടാവില്ല. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഖുർആനിൽ മനസ്സിലാക്കേണ്ട തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യക്തമായി പറഞ്ഞത്. പിന്നെ ഈ മുത്തശാബിഹായത്തുകൾ മാത്രം തപ്പി നടക്കുന്ന ആളുകളെ പറ്റി ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ആയത്തുകൾ പോവാ. നിങ്ങൾ ആൻസർ ആയിക്കോ നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള. ഓക്കെ, എന്താണ് മുത്തശാബിഹായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമല്ലാത്ത ആയത്തുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് അലിഫ് ലാം മീം എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് അലിഫ് ലാം മീമിൻ്റെ അർത്ഥം? നമുക്കറിയില്ല, സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. കാഫ് ഹ എന്തായിരുന്നു? കാഫ് ഹായ ഐൻ സാദ് ഇല്ലേ? എന്താ അർത്ഥം അറിയോ? ഇല്ല, നമുക്കറിയില്ല. ധൈര്യത്തിൽ പറഞ്ഞോളി. വലിയ മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞു വെച്ച, സുയൂത്തിമാമും മഹല്ലിമാമൊക്കെ പറഞ്ഞു വെച്ച്, ഇത് നമുക്ക് അറിയില്ല കേട്ടോ എന്നാണ് പറഞ്ഞു വെച്ചേ. അപ്പോൾ ഖുറാനിൽ നമുക്ക് അറിയാത്ത ആയത്തുകളുണ്ട്, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അതിന് പല വ്യാഖ്യാനങ്ങൾ പിന്നീട് വന്ന മുഫസ്സിരിങ്ങൾ ഇങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അള്ളാഹു, ജിബിരിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ അർത്ഥം പറയാം. പക്ഷേങ്കിൽ അതൊന്നും അതാണെന്ന് പറയാൻ കഴിയില്ല. സാധ്യതകളാണ്, ഇങ്ങനെ ആവാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു ആലം. ഇങ്ങനത്തെ ആയത്തുകളെ പറ്റി പറയുന്ന പേരാണ് മുത്തശാബിഹാത്തായ ആയത്തുകൾ എന്നത്. ഇപ്പോൾ ഖുർആനിൽ ഇങ്ങനെ അർത്ഥം വ്യക്തമല്ലാത്ത ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ അത് വലിയ വലിയ ആരിഫ്യങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങൾ കശ്ഫിലൂടെയും മറ്റുമൊക്കെ അവർ മനസ്സിലാക്കും. നമ്മൾ ഈ മുഹ്കമാത്തായിട്ടുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരുപാട് ആയത്തുകളുണ്ട്, അതന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട്. എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി വഖായിമുൻ ഗനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമിൻ ബികുല്ലി ഷൈ. അള്ളാഹുവിൻ്റെ അടുത്ത വിശേഷണം എന്ന് പറയുന്നത് വഖായിമുൻ. വഖായിമുൻ ഗനി, ആരെങ്കിലും ഒരാൾ വായിക്കോ? ആരാ വായിക്കുന്നേ? അടുത്ത ആയത്ത്. വഹൈ. അള്ളാഹുവിൻ്റെ അടുത്ത വിശേഷണം എന്ന് പറയുന്നത് സ്വയം നിലനിൽക്കുന്നവനാണ്. ഖായിമ് എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവനാണ്. ഖായിം എന്ന് പറഞ്ഞാൽ ശരിക്കും നിൽക്കുന്ന ആൾ എന്നതിൻ്റെ അർത്ഥം.
പള്ള ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നതെന്നല്ല ആ പദത്തിൻ്റെ വാക്കർത്ഥം. സ്വയം നിലനിൽക്കുന്നവനാണ്. ഒരു വസ്തുവിലേക്കും അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹു നിലനിൽക്കുന്നതിൽ ഒരു വസ്തുവിലേക്കും ആവശ്യമില്ല. ഗനി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റു മുഴുവനിൽ നിന്നും അള്ളാഹു എന്താണ്? അള്ളാഹു ഒരു വസ്തുവിനെയും അള്ളാഹുവിന് ആവശ്യമില്ല എന്നർത്ഥം. സ്വയം നിലനിൽക്കുന്നവനാണ്, ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനുമാണ് എന്നതാണ് ഖായിമുൻ ഗനി എന്നതിൻ്റെ അർത്ഥം. അതേ സമയത്ത് മനുഷ്യന്മാരെടുത്ത് നോക്ക്, രണ്ട് വിശേഷണ. ഖായിമാണ്, ഗനിയാണ്. ഖായിം എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്നവനാണ്, സ്വയം നിലനിൽക്കുന്നവനാണ്. ഗനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിലേക്ക് ആവശ്യമില്ലാത്തവനാണ്. സ്വയം നിലനിൽക്കുക, മറ്റുള്ളതിലേക്ക് ആവശ്യമില്ലാതിരിക്കുക, ഇത് രണ്ടും രണ്ട് വിശേഷണമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? മനുഷ്യന്മാർക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു മനുഷ്യനിക്ക് ജീവിക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ. മറ്റൊന്നിലേക്ക് നമ്മൾ എന്താ പറയുക, സപ്പോർട്ടോടു കൂടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരാൾ തീരുമാനിച്ച്, ഹമീദ് നിങ്ങളെ മൈക്ക് ഓഫാക്കിയാൽ ഓക്കെ. അപ്പോൾ ഒരാൾ തീരുമാനിച്ചു, ഞാൻ ഇനി ഒരു വസ്തുവിലേക്കും ഡിപ്പെൻഡ് ചെയ്യില്ല, ഒന്നിൻ്റെയും സഹായം, ഒന്നിൻ്റെയും ഹെൽപ്പ്, ഒന്നിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട എന്നൊരാൾ തീരുമാനിച്ച് നിങ്ങൾ കൂട്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവിതം എങ്ങനെയാവും? അയാൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അയാൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഡ്രസ്സൊക്കെ അയച്ചു തരിക എന്നുള്ളതാണ്. ഉടുക്കാനുള്ള ഡ്രസ്സ് അത് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഡ്രസ്സ് കിട്ടണമെങ്കിൽ തുണി വേണം, തുണി പോയിട്ട് കടയിൽ നിന്ന് വാങ്ങണം. അതൊന്നും പറ്റില്ല. സ്വന്തമായിട്ട് നിലനിൽക്കണമെന്ന് ഒരാൾ തീരുമാനിക്കുന്നത്. ഇനി ഒന്നുമില്ലെങ്കിൽ മുറ്റത്തുള്ള ഇല പറിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം? തുന്നിയിട്ടൊരു ഡ്രസ്സ് എന്തെങ്കിലും ആക്കണ്ടേ? ശരീരം മറക്കണ്ടേ? അല്ല, ശരീരം മറക്കുന്നില്ല തീരുമാനിച്ചാൽ മതി, കുഴപ്പമില്ല. പിന്നെ അയാൾക്ക് വിശക്കും. ഇപ്പം നമ്മൾ ചെന്താമര നിങ്ങൾ കേട്ടില്ലേ? ചെന്താമര വിശന്നിട്ടാണ് ലാസ്റ്റ് വന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിശന്നാൽ എന്തെങ്കിലും തിന്നണ്ടേ? തിന്നണമെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനം തിന്നാൻ പറ്റുള്ളൂ. ഒരാളെ ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഒന്നുമില്ലെങ്കിലും എനിക്ക് കൃഷി ചെയ്യണമെങ്കിൽ വിത്ത് ആരെങ്കിലും ഒരാൾ കൊടുക്കണ്ടേ? വിത്ത് കൊടുത്താൽ തന്നെ വെള്ളം കൊണ്ട് നനക്കണ്ടേ? വെള്ളം ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഓൻ്റെ വെള്ളമാറ്റ ഇവിടെ പ്രപഞ്ചത്തിലുള്ള ഓന് ശരീരം ഒറ്റക്കാണ്. ഈ ഭൂമിയിലുള്ള ഒന്നിലേക്കും എനിക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെള്ളം, വായു, ഓരോ നിമിഷം വായു ശ്വസിക്കുന്നില്ല, അതുപോലും പറ്റൂല. കാരണം ഓൻ്റെ സാധനമല്ലല്ലോ അത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മളും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ നിമിഷം, ഈവൻ നമ്മുടെ ശ്വാസോച്ഛ്വാസം വരെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ മറ്റൊന്നിലേക്ക് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. അള്ളാഹ് അങ്ങനെയല്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അള്ളാഹുവിന് ഒരു സാധനത്തിലേക്കും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മളെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെയുള്ള കല്ലൊക്കെ ഉണ്ടല്ലോ, ഈ കല്ലൊക്കെ, പാറക്കല്ല്, ഈ പാറക്കല്ലിന് മറ്റൊന്നിലേക്ക് ആവശ്യമുണ്ടോ? അതിന് ശ്വാസം വലിക്കേണ്ട ആവശ്യമില്ല, ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല, ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ പറയും, പാറക്കല്ലായിക്കോട്ടെ, എന്ത് കല്ലായിക്കോട്ടെ, അതിന് ഒരു സ്പേസ് വേണ്ട നിൽക്കാൻ. ഒരു പാറക്കല്ലൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പ്രപഞ്ചത്തിലുള്ള ആ പാറക്കല്ലോളം വരുന്ന ഒരു സ്പേസ്, ഒരു സ്ഥലം, ആ സ്ഥലത്തിലേക്ക് പാറക്കല്ല് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആ സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ ആ പാറക്കല്ല് അവിടെ നിൽക്കുമോ? നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ ഡീപ്പായിട്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ, മനസ്സിലായില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെയല്ല ഇരിക്കുന്നത്, കുറച്ച് ബാക്കിലിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സ്പേസ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കാലിയായി കിടക്കാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഈ കാലിയായി കിടക്കുന്ന സ്ഥലം ഞാനിപ്പോൾ ഫില്ല് ചെയ്തില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ആ കാലിയായി നിൽക്കുന്ന സ്പേസിലേക്ക് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് നിലനിൽക്കണമെങ്കിൽ, എനിക്ക് നിൽക്കണമെങ്കിൽ അതിലേക്ക് ആവശ്യമാണ്. ഈ വിഷയം ഓരോ പാറക്കല്ലിനുണ്ട്. അപ്പോൾ സ്പേസ് ആവശ്യമാണ്, ഒരു സ്ഥലം ആവശ്യമാണ് പാറക്കല്ലിന്. പിന്നെ പാറക്കല്ല് വെറും ആവിയിലിങ്ങനെ നിൽക്കുമോ? ഇല്ല, നിലത്ത് എന്തെങ്കിലും ഒരു പ്രതലം വേണം. അപ്പോൾ ആ പ്രതലത്തിലേക്ക് പാറക്കല്ലിന് ആവശ്യമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
അള്ളാഹുവോ അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. എങ്ങനെ എങ്ങനെ അതെ, പരാശ്രയില്ലാത്തവനാണ് അവൻ. അള്ളാഹുവിന് മറ്റുള്ളവരോട് ഒരു ആവശ്യം അവനിക്കില്ല. അതാണ് ഖായിമുൻ, സ്വയം നിലനിൽക്കുന്നു. ഗനിയുൻ, ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനും ആണ്. വാഹിദുൻ, അവൻ വാഹിദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അതാണ് വാഹിദ് എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ്. അപ്പം നമ്മൾ ഏകനല്ലേ? അല്ലേ? നമ്മൾ പറയലില്ലേ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന് പറയലില്ലേ? ഇല്ലേ? വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ തനിച്ചല്ലേ? നമ്മളിൽ വേറെ ആരും ഉണ്ടോ? ചോദ്യം മനസ്സിലായോ? ഇത് നമ്മൾ അള്ളാഹിന് ഓരോ സിഫത്ത് പറയുമ്പോഴും മനുഷ്യന്മാരോട്, പ്രപഞ്ചത്തിലുള്ള ഒന്നിനോട് സാദൃശ്യമില്ല എന്നുള്ള നമുക്കിങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. ചോദ്യം ചോദിക്കുമ്പോൾ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടോ? ഇല്ലല്ലോ. ഇതില് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് 99 നാമങ്ങളാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളാണത്. ഇത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നാമങ്ങളാണത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണിത്. രണ്ടാണ്. കാരണം ഇപ്പോൾ മുഖാലിഫുല്ലിൽ ഖൽഖ് ബിൽ ഇത്ലാഖി, സൃഷ്ടികളോടുള്ള മുഖാലിഫാവുക, ഈ സംഗതിയൊന്നും നമ്മൾ ഇസ്മായിട്ട് നേരെ പറയൂല. ആ അർത്ഥങ്ങൾ വരുന്ന ഇസ്മുകളുണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ അള്ളാഹുവിന് 99 ഇസ്മുകളാണ് അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തന്നത് അസ്മാഉൽ ഹുസ്നയായിട്ട്. അതല്ലാത്ത വേറെ ഒരുപാട് ഇസ്മുകളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വാഹിദാണ് അള്ളാഹ് നമ്മൾ പറഞ്ഞത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ല നമ്മൾ പഠിച്ചേ. അള്ളാഹു ഏകനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉമയ്യത്ത് കല്ലെടുത്തിട്ട് നെഞ്ചത്ത് വെച്ച സമയത്ത് എന്താ പറഞ്ഞേ? അഹദ്, ഏകനായ അള്ളാഹുവിനെയാണ്. ഏകനായ അള്ളാഹു, അവനിക്കേ എന്ത് ചെയ്യുള്ളൂ? ആത്യന്തികമായിട്ട് വേറെ ആളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഏകനായവൻ. അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അത് വേറെ ആരുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ദാത്ത് എന്ന് പറഞ്ഞാൽ സ്വത്വം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരീരം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അള്ളാഹുവിന് ഇതേപോലത്തെ ശരീരം ഉണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വത്വം എന്ന് വേണമെങ്കിൽ പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. പിന്നെ സ്വത്വത്തിൽ സിമ്പിളായി മനസ്സിലാവാൻ, ശരീരത്തിൽ അള്ളാഹുവിൻ്റെ ദാത്ത്, ആ ദാത്തിൽ അള്ളാഹുവിനെ പോലെ വേറൊന്നില്ല. അഹദ് ആണവൻ, ഒന്നിലധികം അല്ല ഇല്ല. അപ്പോൾ അള്ളാഹുവിനെ പോലെ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവനായിട്ട്, അവസാനമില്ലാത്തവനായിട്ട്, കായിമായിട്ട്, ഹയ്യ്, മുരീദ് ഇതൊക്കെ ആയിട്ട് അള്ളാഹിനെ പോലത്തെ വേറൊരാളും കൂടി ഇല്ല എന്നർത്ഥം. അള്ളാഹിനെ പോലെ വേറൊരു ദാത്തില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഹിന്ദുക്കളെ വിശ്വാസപ്രകാരം പിന്നെ ഒന്നിലധികം ദൈവങ്ങളുണ്ട് അല്ലേ? അള്ളാഹു അങ്ങനെയല്ല. അവൻ ദൈവമാണ്, ഏക ആരാധ്യനാണ്. അള്ളാഹുവിനെ പോലെ ആ സാധനങ്ങളുള്ള വേറെ സാധനമില്ല. ആരാധിക്കപ്പെടേണ്ട സൃഷ്ടാവായിട്ട് അള്ളാഹു അല്ലാതെ വേറൊന്നില്ല. ഒരുവനാണ് അവൻ, ഒറ്റൊരാളാണ്, ഒന്നിലധികം ആളല്ല. 2, അപ്പോൾ ദാത്തിലുള്ള ഏകത്വം, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രണ്ടാമതായിട്ട് സിഫാത്തിൽ അവൻ തനിച്ചവനാണ്. വിശേഷണങ്ങളിൽ അവനെ പോലെ വേറൊരുത്തനില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ വിശേഷണങ്ങൾ പറഞ്ഞില്ലേ പടച്ചവൻ്റെ? അവൻ എന്നെന്നുള്ളവനാണ്, തുടക്കമില്ലാത്തവനാണ്, അവസാനമില്ലാത്തവനാണ്, സൃഷ്ടികളോട് തീരെ സാദൃശ്യമില്ലാത്തവനാണ്. ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഒരു വിശേഷണവും വേറൊരാക്കില്ല എന്നർത്ഥം. ലാ ശരീക ലഹു എന്ന് പറഞ്ഞാൽ വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനിക്കൊരു പങ്കുകാരനില്ല എന്ന് പറഞ്ഞാൽ ദാത്തിൽ അവനെ പോലെയുള്ള ഒരുത്തനില്ല. അവൻ്റെ വിശേഷണങ്ങളിലുള്ള ഒരു വിശേഷണവും അത് വേറൊരാക്കില്ല. അഫ്ആലുകളിലും അള്ളാഹുവിനെ പോലെ ആരും ഇല്ല. മൂന്നാമത്തെ കാര്യം ഫിഅലുകളിൽ, അഫ്ആലുകളിൽ അള്ളാഹുവിനെ പോലെ ഒന്നിലധികം ആളുകളില്ല. ഹിന്ദുക്കളെ വിശ്വാസപ്രകാരം
പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരാളാണ്, അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു ദൈവമാണ്, നശിപ്പിക്കാനൊരു ദൈവമാണ്. അപ്പം ഞാനൊരിക്കലും എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, നല്ല ഒരു സ്നേഹബന്ധത്തിൽ തന്നെ ഞാൻ സംസാരിക്കുകയാണ്, ഇങ്ങനെ സംസാരിച്ച് ചർച്ച ചെയ്ത സമയത്ത്, അപ്പോൾ പിന്നെ ഈ നശിപ്പിക്കുന്ന ദൈവം ഉണ്ടല്ലോ, മൂപ്പര് തുടക്കം മുതലേ ഇങ്ങനെ കൈയ്യട്ടി ഇങ്ങനെ കുത്തിരിക്കുക, ലാസ്റ്റ് ആവാൻ വരെ ഇങ്ങനെ ഒരു പണിയുമില്ല, ഇങ്ങനെ കുത്തിരിക്കുക. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതിലൊന്നും ഇടപെടാൻ കഴിയൂല, വായ കൂട്ടി ഇങ്ങനെ ഇരുന്നോളണം ഒരേ ഇരുത്തം. മൂപ്പരാരുണ്ടാക്കിയത് അതും അറിയൂല. മൂപ്പരോട് ആരാണ് ഇനി നശിപ്പിക്കാൻ പറയുന്നത് അതിനെപ്പറ്റിയും കൃത്യമായിട്ട് ധാരണയില്ല. നശിപ്പിക്കുന്നത് മൂപ്പരാണ്. എങ്ങനെയുണ്ട്? വേറൊരു ദൈവം, ആ ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാക്കിന് തുടക്കത്തിൽ, പിന്നെ ഇങ്ങനെ ഒരേ ഇരുത്തം, പിന്നെ അതിൽ നടക്കുന്നൊന്നും ഇടപെടാൻ കഴിയൂല, നടക്കുന്ന വിഷയങ്ങളിലൊന്നും ഇടപെടാൻ കഴിയൂല. ഉണ്ടാക്കലോടുകൂടെ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ കയ്യും കെട്ടി കുത്തിരിനോളാം. ഇതാണ് ഒരു ദൈവത്തിൻ്റെ അവസ്ഥ. മൂന്നാമത്തെ ദൈവമോ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുവന്ന ദൈവം, ആരോ ഉണ്ടാക്കി വെച്ചൊരു സാധനം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടെടുക്കുക, പെട്ടെന്നൊരു നിമിഷത്തിൽ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും, വേറൊരു ദൈവം വന്നിട്ട് അടിച്ച് പൊളിക്കുകയും ചെയ്യും. ഇതാണ് 3 രൂപത്തിലുള്ള ദൈവങ്ങളുടെ അവസ്ഥ. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ അള്ളാഹു എങ്ങനെയാണോ, അവൻ ഒരുത്തനാണ്, അവൻ എന്നെന്നുള്ളവനാണ്. അവനെപ്പോലെ ദാത്തിലോ വിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒന്നിലും സമാനമായിട്ട് വേറൊരാളില്ല, ഒരു പങ്കുകാരനും അവനിക്കില്ല എന്നതാണ് നമ്മുടെ ഏകദൈവ വിശ്വാസം. ക്രിസ്ത്യാനികളുടെ വിശ്വാസം എടുത്തു നോക്ക് നിങ്ങൾ. അവരതിലെന്താ വരുന്നത്? അവരതിൽ യഹോവയാണ് എല്ലാം സൃഷ്ടിച്ച് ഇങ്ങനെ പടച്ചവൻ. പിന്നെ ത്രിയേകത്വമാണ് അവരതിൽ വരുന്നത്, യഹോവയിൽ, ക്രിസ്തു മതത്തിൽ. ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ യേശുവിനെ അയച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ യേശു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലേ? നിലത്തല്ല നിൽക്കുക മനുഷ്യനാണെങ്കിൽ. അപ്പോൾ ആ നിലത്തിലേക്ക് ആവശ്യമായില്ലേ? സ്പേസിലേക്ക് ആവശ്യമായില്ലേ? യേശു എവിടുന്നോ വന്ന് എന്നാണ് പറയുന്നത്, ഒരു സ്ഥലത്തു നിന്ന് വന്ന്. അപ്പോൾ മാറ്റം ഉണ്ടായില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയില്ലേ? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു ദൈവത്തിന് ഉണ്ടാകാൻ പാടുണ്ടോ? ഒന്നിലേക്കും ഡിപ്പെൻഡ് ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ, എന്തിനും കഴിവുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, യേശു മരിച്ചു എന്നാണ് പോലെ വിശ്വാസം. എന്താണ്? മറ്റേ കുരിശിലേറ്റിന്ന്. അങ്ങനെ ഒരു മരണം ഉണ്ടാവുന്നു, പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പുനർജീവിച്ചു എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം ആരായിരുന്നു മരിച്ച? ലോകം നിയന്ത്രിച്ച ആരാ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. നമ്മൾ ഒരാളോടും ഇങ്ങനെ ചാടിക്കയറി എടുത്ത് കയറി സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ പടച്ചോനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചെന്ന് നോക്കിയാൽ ഇസ്ലാം മതം പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൈവസങ്കല്പം പറയുന്ന ഒരു മതം വേറെ ഇല്ല, ഒരാശയം വേറെ ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈമാനങ്ങ് കൂടും. ഉള്ള തൗഫീഖ് തരട്ടെ. അതാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒന്നിലധികം ഇല്ല ശരീരം. 2, അവൻ്റെ വിശേഷണങ്ങളിൽ ഒരു വിശേഷണത്തിൽ പോലും സമീഅ്, ബസീർ, ഖാദിർ, മുരീദ്, മുത്തക്കല്ലിം, ഹയാത്ത്, ഈ പറഞ്ഞ ഒരു സിഫത്തും അള്ളാഹുവിനുള്ള അതേ സിഫത്ത് വേറൊരു മനുഷ്യനിക്ക് ഒരു സൃഷ്ടിക്കില്ല, ഒരു വസ്തുവിനും ഇല്ല, വേറൊരു ദൈവം അങ്ങനെയില്ല. 3, അവൻ്റെ ഒരു ഫിഅലും ഒരു പ്രവർത്തനവും മറ്റൊരാളുടെ പ്രവർത്തനം പോലെയോ അല്ല. അള്ളാഹ് പ്രവർത്തിക്കുന്നത് പോലത്തെ ഒരു പ്രവർത്തനം മറ്റൊരാൾക്കില്ല സമാനമായത്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് വാഹിദ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അടുത്തെന്താ? വഹയ്യുൻ. വഹയ്യുൻ, വഹൈ എന്നാണ് നമ്മൾ പാടുമ്പം പറയാം. വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ. ഹയ്യാണ് അള്ളാഹു. ഹയ്യാണെന്ന് പറഞ്ഞാൽ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ കേട്ടില്ലേ നിങ്ങൾ? എന്നെന്നും ജീവിച്ചിരിക്കുന്നതാണ്. ജീവിതം എന്ന് പറയുന്ന അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് എന്നതാണ് അടുത്ത വിശേഷണം. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മളും ജീവിച്ചിരിക്കുന്നവനല്ലേ? നമ്മളും ജീവിച്ചിരിക്കുന്നില്ലേ? ഇല്ലേ? അപ്പം എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെ, ഓക്കെ. അപ്പം അള്ളാഹു ഹയ്യാണ്. അള്ളാഹു
ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യ് എന്ന അള്ളാഹു അവനെ പറ്റിയിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അവൻ അവന് ജീവനുണ്ട്. ജീവനില്ലാത്ത ഇങ്ങനെ ഉറച്ചു കിടക്കുന്ന ഒരു വസ്തുവല്ല പടച്ചോൻ എന്ന് പറയുന്നത്. എന്നെന്നുമുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഉറച്ചു നിൽക്കുന്ന എന്തെങ്കിലും ഒരു കല്ല് പോലത്തെ എന്തൊരു സാധനമല്ല. ജീവനുണ്ട്, ജീവനുള്ള വസ്തുവാണ്, ജീവനുള്ള ഒരു അസ്തിത്വമാണ് അള്ളാഹുവിൻ്റെത്. ഹയാത്തുണ്ട് അള്ളാഹുവിന്. അതാണ് അള്ളാഹ് പറഞ്ഞത് ഹയ്യുൻ എന്ന് പറഞ്ഞത്. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ്റെ ഹയാത്ത്, അവൻ്റെ സിഫത്തുൻ ഖായിമത്തുൻ ബി നഫ്സിഹി, അവനിൽ സ്വയം നിലനിൽക്കുന്ന ഒരു വിശേഷണ. നമ്മുടേതോ ഒരാൾ തന്ന് അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട്, എപ്പാ പോവാ ഒരു ഐഡിയ ഇല്ല. ഇതല്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലേ? ഇന്നലെ ഒരാൾ മരിച്ചില്ലേ? ഇന്ന് കല്യാണമുള്ള പിയാപ്പിൾ ഇന്നലെ രാത്രി ആക്സിഡൻറ്റിൽ മരിച്ചില്ലേ? ഉള്ള വാർത്ത കണ്ടില്ലേ? അതാണ് നമ്മുടെ അവസ്ഥ, മനുഷ്യന്മാരുടെ അവസ്ഥ. ഖാദിർ മുരീദുൻ ആലിമുൻ ബി കുല്ലി ഷൈ. അടുത്ത വിശേഷണം എന്താ? ഖാദിറാണവൻ. ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണവൻ. അവൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ കഴിവ് നമ്മളെ കഴിവും തമ്മിൽ വ്യത്യാസം എന്താ? പടച്ചോൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഴിവാണ്. അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കഴിവ്. അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നും ഇല്ല എന്നതാണ് അള്ളാഹുവിൻ്റെ കഴിവ്. നമ്മുടെ കഴിവോ? നമുക്ക് കഴിയാത്ത എന്തൊക്കെ ഉണ്ട് മനുഷ്യനിക്ക് കഴിയാത്ത എന്തൊക്കെ ഉണ്ട്? എന്തൊക്കെയോ ഇല്ലേ? പടച്ചവൻ എങ്ങനെയാണോ? അല്ല, പടച്ചവന് കഴിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ഓരോ നിമിഷം നടക്കുന്നതും ഇരിക്കുന്നതും ഈ പറഞ്ഞ നമ്മുടെ എല്ലാ അനക്കങ്ങൾ പോലും സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണെന്നാണ് നമ്മളെ വിശ്വാസം. ഞാനിപ്പോൾ ഈ അത്തറിങ്ങനെ പിടിച്ച് കൈ പിടിക്കുന്നു, ഈ പിടുത്തം ഞാൻ ചെയ്തത് പോലും ആ പ്രവർത്തനം പോലും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് എന്താണ്? നമുക്ക് കഴിവ് തരുന്നതും അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ കഴിവ് അപാരാണ്. ഖാദിറാണവൻ. ഖാദിർ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു വിശേഷമാണ് മുരീദുൻ. എന്തും ഉദ്ദേശിക്കും അവൻ. എന്തും ഉദ്ദേശിക്കും അവൻ. അവൻ ഉദ്ദേശിച്ചത് അവൻ നടക്കും, അത് നടത്തും. അതിനുള്ള കഴിവുള്ളവനാണ് അള്ളാഹു. ഇവിടെ നിങ്ങൾ ഒന്നും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിഷയം കൂടി പറയാണ്. അതിന് മുന്നേ ഒരു വിശേഷണം കൂടിയാണുള്ളത്. ആലിം ബി കുല്ലി ഷൈ. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ അറിയും. അള്ളാഹുവിനെ അറിയാത്തതായിട്ട് ഒരനക്കം പോലും ഇവിടെ പ്രപഞ്ചത്തിൽ ഒരു മുക്കിലും മൂലയിലും അനങ്ങൂല എന്നല്ല. ഓരോ മനുഷ്യൻ്റെയും ഓരോ ഹൃദയങ്ങളും അതിനുള്ളിലുള്ള നടക്കുന്ന ഓരോ ചെറിയ വിചാരങ്ങൾ പോലും അള്ളാഹുവിനെ അറിയും എന്നതാണ് നമ്മളെ വിശ്വാസം. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അവന് മുന്നിൽ ഒന്നും മറഞ്ഞു കിടക്കുന്നില്ല. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഒന്നുകൂടി ഇത് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അതായത് അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പം നോക്ക്, എൻ്റെ കയ്യിൽ ഈ ഒരു അത്തറുണ്ട് അല്ലേ? ഈ അത്തറ് ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ കയ്യിലുള്ള ഈ അത്തർ ഇല്ലാതാക്കാനും ഉണ്ടാക്കാനുമുള്ള കഴിവ് അള്ളാഹുവിനുണ്ടോ? ചോദ്യം മനസ്സിലായോ? ഉണ്ട്. എല്ലാവരും വേറെ ആയിരിക്കും അഭിപ്രായമുള്ളത്? ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണേ ഒന്നുകൂടി. എൻ്റെ കയ്യിലുള്ള ഈ അത്തറ് ഈ സമയത്ത്, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വെക്കാനും വെക്കാതിരിക്കാനും, ഒരേ സമയത്ത് വെക്കാനും വെക്കാതിരിക്കാനും അള്ളാഹുവിന് കഴിയുമോ? കഴിയോ? അല്ലേ, നമ്മൾ പ്രവർത്തിക്കുന്ന വിഷയമല്ല പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേ അല്ല, നമ്മളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച്, ഇവിടെ നിലത്ത് വെച്ച് ഞാനിട്ട് ഇങ്ങനെ ഈ അത്തറിനെ നോക്കി നിൽക്കുകയാണ്. ഈ അത്തറിന് ഇപ്പം അവിടെ നിൽക്കാനും അവിടെ ഇല്ലാതിരിക്കാനും ആക്കാൻ അള്ളാഹുവിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിയുമെന്നാണ് ഉത്തരം. അതെങ്ങനെയാണെന്ന് പറഞ്ഞേരേ.
ഇവിടെ ഇങ്ങനെ അത്ര നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരേ സമയത്ത് ഇവിടെ നിൽക്കാനും നിൽക്കാതിരിക്കാനുള്ള കഴിവ് എന്ന് പറയാം. അതായത് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് മുസ്തഹീൽ എന്ന് പറയാം, അസംഭവ്യമായ കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നിൽക്കാൻ കഴിയുമോ? ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിൽക്കുക എന്ന് പറയുന്നത് അത് സംഭവിക്കാൻ പോകുന്ന സാധനമല്ല, അസംഭവ്യമായ സാധനമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അള്ളാഹുവിന് കഴിയുമോ എന്നുള്ള ചോദ്യം തന്നെ പൊട്ടത്തരാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അത് പിന്നെ കോംപ്ലക്സ് ആവും. ഒരു വസ്തു അത് ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും ഒരേ സമയത്ത് ഉണ്ടാവാത്തൊരു സാധനമാണ്. അതിന് അള്ളാഹുവിന് കഴിയുമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം തന്നെ പൊട്ടത്തരാണ്. കാരണം അത് അസംഭവ്യമായ കാര്യങ്ങളാണ്. ലോകത്ത് അസംഭവ്യമായ കാര്യങ്ങൾ പലതും ഉണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ അവിടെ ഇരിക്കുകയും ഇരിക്കാതിരിക്കുകയും ഒരേ സമയത്ത് ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇത് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. സോ അള്ളാഹുവിന് അങ്ങനെ ആക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം തന്നെ പൊട്ടത്തരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് യുക്തിവാദികളൊക്കെ ചോദിക്കുന്നതിൽ പെട്ടതാണ്. വേറൊരു വിഷയം കൂടി ഉണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ പറയാം ചില കറാമത്തുകളുണ്ട്, അവരെ നമ്മളൊരു പ്രത്യേക ലൊക്കേഷനിൽ കാണുകയും അതേസമയം തന്നെ അവര് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് ഹജ്ജ് ഉംറയൊക്കെ ചെയ്തു വന്നു അല്ല, അതും അതിത് വ്യത്യാസമുണ്ട്. അതിത് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെയും അവിടെ ആവാം. ഞാൻ എൻ്റെ അതേ ഡൂപ്പ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നു. ഇതങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ ഇരിക്കുന്ന ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമോ? അതെ. അപ്പോൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരു വസ്തു ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അതില്ല, അത് പൊട്ടത്തരാണ്. അതെ, മനസ്സിലായില്ലേ? ആൻസർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അസംഭവ്യമായിട്ടുള്ള സാധനങ്ങൾ എന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പറയാം. മറ്റേത് അബ്ദാലുകൾ എന്ന് പറയും, ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം ഉണ്ടാകുന്ന ആളുകൾ. അത് വിഷയമല്ല, ഒന്നിലധികം സ്ഥലത്താണ്. ഇത് ഒരു സ്ഥലത്ത് തന്നെ ഒരാൾ തന്നെ ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യാന്ന് പറയുന്ന സംഭവം ഒരിക്കലും സംഭവിക്കില്ല. അതിന് പഠിച്ചവന് കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം പൊട്ടത്തരാണെന്നാണ് അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതാരെങ്കിലൊക്കെ നിങ്ങളെ എന്താ പറയുക കൊടുക്കാൻ വേണ്ടി നേരത്തെ ഞാൻ ചോദിച്ചില്ലേ, അപ്പം നിങ്ങളെല്ലാവരും കഴിയുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ ആ ചോദ്യം കഴിയുന്നോ കഴിയൂല എന്നല്ല പറയണ്ട, ആ ചോദ്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? അസംഭവ്യമായിട്ടുള്ള ഇതുപോലെ പലതും ഉണ്ട്. പിന്നെ ഒരേ സ്ഥലത്ത് ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഒരേ സമയത്ത് എങ്ങനെ അല്ല, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇങ്ങ് പോകണം, പോയിക്കോളൂ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞു, നമ്മൾ വിഷയം കഴിഞ്ഞു, ചർച്ച കഴിഞ്ഞു. ഇനി ഇതിലേതെങ്കിലും ഡൗട്ടുണ്ടോ? ഇതാണ് നമ്മൾ മുസ്തഹീൽ എന്ന് പറയുന്ന കാര്യം, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ. അതിനെ പറ്റിയിട്ടാണ് സംഭവിക്കാൻ പാടില്ലാത്ത എന്ന് വെച്ചാൽ അസംഭവ്യമായ കാര്യങ്ങൾ. അതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരേ സ്ഥലത്ത് തന്നെ ഒരു വസ്തു ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരു ഉദാഹരണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതത്ര വലിയ പേടിക്കേണ്ട, ഇനി മനസ്സിലായില്ലെങ്കിലും വലിയ ബേജാറാണ്ട വിഷയമൊന്നുമല്ല. ഒരു സൈഡിലൂടെ ഒരു വിഷയം പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് മുരീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവൻ, ഇറാദത്ത്. അതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലൊന്നും കൂടി നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ മുരീദ്, ആലിമു ബി കുല്ലി ഷൈ, ഇത് രണ്ടും നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും, അതായത് മോചിസത്തും കറാമത്തും ഈ മരണപ്പെട്ടവർക്ക് കേൾക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ള നമ്മളെ യുക്തിക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ കൂടെ എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു വശം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയാം. അടുത്ത ക്ലാസ്സിൽ സെമീഴ വരുന്നുണ്ട്, സെമിയും ബസീറൊക്കെ വരുന്നുണ്ട്, കേൾക്കുന്നവനും കാണുന്നവനൊക്കെ. അവിടെ നമുക്ക് പറയാം കേട്ടോ ഇൻഷാ അല്ലാഹ്.
ആ 9 ആയുള്ളൂ. അതെ 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 ഇനിയുണ്ട്. ഇൻഷാ അല്ലാ. എന്നാൽ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്താ ക്വസ്റ്റ്യൻ ഉണ്ടോ?